മങ്കട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മഞ്ഞളാംകുഴി അലിക്കെതിരെ കുന്നത്ത് മുഹമ്മദ് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി KS അനീഷിനോട് നമുക്ക് ചോദിക്കാം. ഈ UDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് കുന്നത്ത് മുഹമ്മദ്. മുസ്ലിം ലീഗിലെ ഒരു പ്രമുഖ നേതാവായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാകുമോ? ഒരു തരത്തിലുള്ള പ്രതിസന്ധി മങ്കടയിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ചരിത്ര ഭൂരിപക്ഷത്തിൽ മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മഞ്ഞളാംകുഴി അലി ജയിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനതിന്റെ എല്ലാ കാരണങ്ങളും ഒന്നും വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അതിന്റെ അവസാനത്തെ നമ്മുടെ ഉദാഹരണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 145 സീറ്റുകളാണ് ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. അതിൽ 117 സീറ്റും ജയിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അത് മാത്രമല്ല, മങ്കടയുടെ ചരിത്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 15 സീറ്റിൽ 14 പിടിച്ച ഒരു തെരഞ്ഞെടുപ്പും മങ്കടയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 3 ബ്ലോക്ക് ഡിവിഷനുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി 4 ബ്ലോക്ക് ഡിവിഷനുകളിൽ 3 ഡിവിഷനുകളും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി അങ്ങാടിപ്പുറം ഡിവിഷൻ 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം, മക്കരാപ്പറമ്പിലും അതുപോലെ തന്നെ കൊളത്തൂർ ഡിവിഷനും കൂടിയാൽ മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ലീഡ് 35,000-ൽ അപ്പുറമാണ്, 35,000-ന് മുകളിലാണ്. ഇത്രയും വലിയ ലീഡുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരായി CPM-ന്റെ പ്രമുഖരായ നേതാക്കൾ മത്സരിക്കാൻ പോലും തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉടലെടുത്തിട്ടുള്ളത്. യാതൊരു പ്രതിസന്ധിയും മങ്കടയുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിനോ ജനാധിപത്യ മുന്നണിക്കോ ഉണ്ടാകില്ല എന്നുള്ളത് മെയ് മാസം 4-ാം തീയതിയിലെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. UDF ചില സഹായങ്ങൾ ലഭിക്കുന്നില്ലത് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ചില നേതാക്കന്മാർക്ക് സഹായം ലഭിക്കാനില്ല, അത് സത്യമാണോ? അങ്ങനെ UDF-നകത്ത് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് UDF ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളം ഭരിക്കാൻ വേണ്ടിയിട്ടാ. ഒരു സാധാരണ പ്രവർത്തകന്റെ പോലും, ഒരു വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിന്റെയോ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ പോലും പിന്തുണ ഒരാൾക്കും ഈ മുന്നണിക്കെതിരെ മത്സരിക്കുന്ന ഒരാൾക്കും കിട്ടില്ല. കുന്നത്ത് മുഹമ്മദിന്റെ പ്രവേശനം CPM-ൽ ഒരു ഇതുണ്ടാവുമോ? അത് CPM-നകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം CPM-ന്റെ പ്രാദേശിക നേതാക്കളൊന്നും ലീഗിൽ നിന്ന് വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് സമ്മതിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷങ്ങളായി CPM-നകത്ത് പ്രവർത്തിക്കുന്ന അലവിയാക്കയെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തുമ്പോൾ അതിനുള്ള പ്രതിഷേധം CPM-ന്റെ അണികളിൽ ഉണ്ടാവും. ഒരു തർക്കവും വേണ്ട. ദിവസം പറഞ്ഞിരുന്നു ആരെ പിന്തുണയും, അതായത് BJP അടക്കമുള്ളവരുടെ പിന്തുണ സ്വീകരിക്കും പറഞ്ഞിരുന്നു. അതൊക്കെ മുഹമ്മദിന്റെ പോലെ ഒരാളെ വൈകുന്ന് വരാൻ പാടാത്ത വാക്കാണ്. കാരണം RSSന്റെ പിന്തുണ ആണെങ്കിലും ഞാൻ വാങ്ങും എന്ന് പറഞ്ഞാൽ വർഗീയതയുമായി സന്ധി ചെയ്യുന്നതാണ്. വർഗീയതയുമായി സന്ധി ചെയ്യുന്ന ആളുകളെ മങ്കട വെച്ചു കൊടുപ്പിക്കില്ല. അതിനൊരു തർക്കവും വേണ്ട.